രാജമൗലി. രാജമൗലി എന്നുള്ള പേര് പ്രേക്ഷകന് സുപരിചിതമാണ്. അതോടൊപ്പം സിനിമ പഠിക്കുന്ന ആളുകൾക്ക്, പണ്ട് സത്യജിത്രയുടെ പടങ്ങളാണ് പഠിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പിള്ളേർ രാജമൗലിയാണ് അവരുടെ റോൾ മോഡൽ. രാജമൗലി എങ്ങനെ ഒരു പടം എടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നതും അവർ കാണുന്നതും. രാജമൗലിയുടെ പടങ്ങൾ നമ്മൾ വല്ലാതെ സ്വാധീനിക്കുന്നു. അതായത് രാജമൗലി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഓരോ പടങ്ങളും നടൻ ആരാണെന്നല്ല നോക്കുന്നത്. പ്രഭാസിനെ പോലുള്ളൊരു നടൻ ബാഹുബലി പോലുള്ള പടത്തിൽ അഭിനയിക്കുന്നു. പ്രഭാസ് ഒരു പക്ഷേ അന്ന് വരെ പടം കാണുന്ന കുറച്ച് പേർക്ക് അറിയാമെന്നുള്ളതല്ലാതെ, അതെ, പ്രഭാസിനെ ഞാനും ബാഹുബലിയിലൂടെയാണ് പ്രഭാസിനെ കാണുന്നത്. അതിനുശേഷമാണ് പ്രഭാസിൻ്റെ പഴയ പടങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. എന്തായാലും പ്രഭാസിനെ പോലൊരു നടനെ കൊണ്ടുവരുന്നു, നായകനാക്കുന്നു, ആ പടം വലിയ ഹിറ്റാവുന്നു. അങ്ങനെ നായകൻ ആര് എന്നുള്ളത് രാജമൗലിയുടെ പടത്തിൽ പ്രസക്തമല്ല. അദ്ദേഹത്തിൻ്റെ ഓരോ പടങ്ങളും പ്രേക്ഷകനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ദൃശ്യവിസ്മയമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പടത്തിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ പടം വരാൻ പോവുകയാണ്. ഈ പുതിയ പടത്തിലും അദ്ദേഹം കോടികൾ ചെലവഴിച്ച്, എന്നത്തെയും പോലെ കോടികൾ. അതിനു മുമ്പ് ശങ്കർ ആയിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു, അദ്ദേഹത്തിനായിരുന്നു ബാറ്റൻ. പിന്നീട് രാജമൗലി വന്ന് ഇന്ത്യ ഒട്ടാകെ, ശങ്കറിൻ്റെ പടം ദക്ഷിണേന്ത്യയിലാണെങ്കിൽ രാജമൗലി ഇന്ത്യ ഒട്ടാകെ ലോകമെമ്പാടും കൊണ്ടുവന്നു. അതെ, ഓസ്കാർ അതെ, ശരിയാണ്. അപ്പോൾ രാജമൗലിയുടെ പുതിയ ചിത്രം വരികയാണ്. പ്രേക്ഷകന് വേണ്ടി അദ്ദേഹം എന്തൊക്കെയാണ് ഇനി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പുതിയ രാജമൗലിയുടെ പുതിയ ചിത്രം എന്ന് പറയുമ്പോൾ SSMB 29 എന്നാണ് ആ ചിത്രത്തിന് നിലവിൽ താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്നത്. മഹേഷ് ബാബുവാണ് ആ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. മഹേഷ് ബാബു നമുക്കറിയാം തെലുങ്കിലെ സൂപ്പർ സ്റ്റാറാണ്. തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഹേഷ് ബാബുവിന് പക്ഷേ ഒരു 300 കോടി ക്ലബ്ബ് പോലും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ തെലുങ്കിൽ തന്നെ പ്രഭാസാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടനായിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ ഷാരൂഖ് ഖാനേക്കാളും മുകളിലൊക്കെയാണ് പ്രഭാസ് നിൽക്കുന്നത്. പ്രഭാസിന്റെ 3 ചിത്രങ്ങൾക്കായിട്ട് കഴിഞ്ഞ ദിവസം വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഹോംബാലെ ഫിലിംസ് 600 കോടി രൂപയാണ് പ്രതിഫലമായിട്ട് പ്രഭാസിന് കൊടുക്കാനായിട്ട് പോകുന്നത്. പോരാത്തതിന് പ്രഭാസ് ചെയ്യുന്ന ഏത് പൊട്ടപ്പടമാണെങ്കിൽ പോലും ആ സിനിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. OTT റൈറ്റ്സ് പോരാത്തതിന് തിയേറ്റർ കളക്ഷൻ എങ്ങനെ പോയിരുന്നാലും 200 കോടിക്ക് മുകളിൽ കിട്ടും, ഉറപ്പാണ്. ഇപ്പോൾ പ്രഭാസിന്റെ സമയം തെളിയിച്ചത് രാജമൗലിയാണ്. ഒരുപക്ഷെ രാജമൗലി ആ ഒരു സാഹചര്യത്തിൽ പ്രഭാസിന്റെ ആ ഒരു സമയം തെളിയിച്ച രാജമൗലിക്ക് പിന്നീട് പ്രഭാസുമായിട്ട് ഒരു സിനിമ ചെയ്യാനും പറ്റിയിട്ടില്ല. പക്ഷെ പ്രഭാസ് കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു പ്രഭാസ് വീഴുമെന്ന്. രാജമൗലി ചിത്രങ്ങൾ ജോണേട്ട ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജമൗലിയുടെ സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ച ഒരാൾക്ക് പിന്നീട് ശോഭിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട്. വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ, ഉദാഹരണത്തിന് ഈച്ച സിനിമയിൽ വന്ന ഞാനിക്ക് പിന്നെ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ കിട്ടിയിട്ടില്ല. പ്രഭാസ് രാജമൗലിയുടെ ബാഹുബലി ചെയ്തിറങ്ങിയ ശേഷവും സലാർ ഫ്ലോപ്പായിരുന്നു. അത് കഴിഞ്ഞിറക്കിയ ഒരു പ്രണയത്തിന്റെ ഒരു പൂജാ ഹെഗ്ഡേയും ഒക്കെ ആയിട്ടുള്ള സിനിമ, അത് വൻ ഫ്ലോപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഗംഭീര ഫ്ലോപ്പായിട്ടുള്ള ആദിപുരുഷു എല്ലാം ഒരു 4-5 സിനിമ ഫ്ലോപ്പായിരുന്നു. എന്നിട്ടാണ് ഇപ്പൊ പ്രഭാസിന് കൽക്കി എന്ന് പറയുന്ന ഒരു 1000 കോടി ക്ലബ്ബ് വീണ്ടും കിട്ടിയത്. അതിനു മുമ്പ് സലാർ പ്രഭാസ് ഇറക്കി. സലാർ KGF-ന്റെ ഡയറക്ടറായിരുന്നു. പക്ഷെ അത് വേണ്ടത്ര വിജയം കണ്ടില്ല. സലാർ 700 കോടി ക്ലബ്ബിൽ തൊട്ടും വേറൊരു പടം കഴിഞ്ഞിട്ടൊരു വൻ പരാജയമായിരുന്നു. ആദിപുരുഷൻ അല്ല, അതിന് മുമ്പ് വേറൊരു സാധനം ഉണ്ടായിരുന്നു, വേറൊരു പടം ഉണ്ടായിരുന്നു. പല സിനിമകൾ ഇറക്കുന്നുണ്ട്. ബാഹുബലിക്ക് ശേഷം വലിയ ഹൈപ്പോട് കൂടി വന്ന ഒരു പടം. അതെ, പേര് ഞാൻ ശേഷം വന്ന സാഹോ എന്ന് പറഞ്ഞ സിനിമ. അത് തന്നെ. അതൊക്കെ പക്ഷെ 400 കോടി ക്ലബ്ബിലുണ്ട്. അതാണ് പ്രഭാസിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ രാജമൗലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ആരാധനയുള്ള ഒരു മനുഷ്യനാണ് രാജമൗലി എന്ന് പറയുന്നത്. കാരണം ശങ്കറിനെ പോലെയല്ല. രാജമൗലി വിക്രമാദിത്യ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് രാജമൗലി തന്റെ ഫിലിം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിനിമയാണ് നമ്മുടെ തമിഴിൽ റീമേക്ക് ചെയ്ത് കാർത്തിയെ വെച്ച് സിരിത്തൈ എന്ന് പറഞ്ഞ പേരിൽ ഇറക്കിയത്. അങ്ങനെയാണ് അയാൾക്ക് സിരിത്തൈ ശിവ എന്ന് പറഞ്ഞ പേര് വന്നത്. അൺഫോർച്ചുനേറ്റ്ലി അതിനുശേഷം അയാൾക്ക് നല്ലൊരു സിനിമ ഇല്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരേ പാറ്റേണിൽ തന്നെയാണ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിവ. അപ്പം രാജമൗലിയുടെ ആ സിനിമയുടെ ആ ഒരു ബാനറിൽ സിരിത്തൈ ശിവ എന്നാണ് ഇപ്പോഴും ശിവ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശിവയുടെ ഒരു സിനിമ കൂടെ റിലീസായിട്ടുണ്ട്, കങ്കുവ എന്ന് പറഞ്ഞ്. ആ സിനിമയ്ക്ക് വൻ ഫ്ലോപ്പ് റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പല റിവ്യൂവേഴ്സും വളരെ മോശമൊക്കെ ആയിട്ടാണ് ആ സിനിമയെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജമൗലി അവിടെ നിന്ന് തുടങ്ങി. ജോണായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇപ്പോൾ ശങ്കർ തന്നെയായിരുന്നു ശങ്കറിന്റെ സിനിമയാണെങ്കിൽ ഞാനൊരു പാറ്റേൺ പറയാം. അതല്ലേ ശങ്കറിന്റെ സിനിമ എന്ന് ജോണായിട്ടന് തോന്നിപ്പോകും. അതായത് അഴിമതി നടത്തുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ തകർക്കാൻ പറ്റുന്ന ഒരു നായകൻ, ആ നായകനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാകും, ഇല്ലേ? ഇതാണ് ശങ്കറിന്റെ സിനിമകളിലെ എല്ലാം. അപ്പം മുതൽവൻ എടുത്ത് കഴിഞ്ഞാലും അഴിമതി, ലഞ്ചം, ഏഴ്, കുപ്പൈ, ഇതൊക്കെ തന്നെയാണ് അതിനകത്തുള്ളത്. അന്യനായാലും അങ്ങനെ തന്നെയാണ്. അഴിമതി, തെരഞ്ഞെടുപ്പ്, മറ്റത് മറിച്ചത്, അതൊക്കെ തന്നെയാണ്. ഇനി ബോയ്സ്
നോക്കാം. അത് മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ള സിനിമയായിട്ട് വന്നത്. അതാണെങ്കിൽ ഫ്ലോപ്പ് ആയിപ്പോയി ബോയ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, എന്തിരൻ വന്നില്ലേ? എന്തിരൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷെ ശങ്കർ ഒരു 10 പടം എടുത്തിട്ടുണ്ടെങ്കിൽ 10-ൽ 8 എണ്ണോ ഈ ടൈപ്പുള്ള മൂവീസ് ആയിരുന്നു. അതിൽ എന്തിനും മാത്രമാണ് സ്റ്റാൻഡ് അലോൺ ചെയ്തത്, ബോയ്സും മാത്രം. ശിവാജി പോലും അങ്ങനെ തന്നെയാണ്, രജനിയെ വെച്ചെടുത്ത ശിവാജി പോലും അങ്ങനെ. എന്തോ സിനിമയായിരുന്നു. ഇത്ര കോടികൾ ചെലവഴിച്ച് വന്നിട്ട് ഒരു നായകൻ, ആ നായകനെ ഫ്ലാഷ് ബാക്കിൽ കുറെ ആൾക്കാർ ഉപദ്രവിക്കുന്നു, പക വീട്ടാൻ പോകുന്നു. അതാണ് എല്ലാത്തിലും ശങ്കർ പ്രമേയമാക്കി എടുക്കുന്ന ഒരു ഇത്. 2.0 എന്ന് പറഞ്ഞ സിനിമ, ഒരു നായകൻ, പക്ഷേ നായകൻ സ്ഥാനത്ത് വില്ലനാണെന്നേ ഉള്ളൂ. പക്ഷിരാജൻ എന്ന് പറഞ്ഞ അക്ഷയ് കുമാറിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിൽ കുറേ പേര് അക്ഷയ് കുമാറിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ വേദനിപ്പിക്കുന്നു, അയാൾ മരിച്ച് പ്രേതമായിട്ട് വരുന്നു. ഇതാണ് 2.0 അടക്കമുള്ള സിനിമ. അത് കഴിഞ്ഞിപ്പോൾ ശങ്കറിൻ്റെ നമ്മുടെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമ വന്നു. അതിലും അത് തന്നെയാണ്. അതിൽ ഫ്ലാഷ് ബാക്ക് ഉണ്ട്, പക്ഷേ ഫ്ലാഷ് ബാക്ക് അടുത്ത പാർട്ടിൽ മാത്രമേ വരികയുള്ളൂ എന്നാണ്. പക്ഷേ രാജമൗലി സിനിമകൾ ശ്രദ്ധിച്ചു നോക്കൂ. രാജമൗലി സിനിമകൾ ശ്രദ്ധിക്കുമ്പോൾ രാജമൗലി സിനിമ ഓരോ സിനിമയും ഓരോ ജോണറായിട്ട് നമുക്ക് തോന്നും. വിക്രമാദിത്യ എന്ന് പറഞ്ഞ സിനിമ ഒരു പക്ക മാസ് മസാല പടമായിട്ട് നമുക്ക് തോന്നും. ഈച്ച എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിനകത്ത് ഒരു ഇന്ത്യയുടെ ഒരു മന്ത്രവാദം പോലെയുള്ള ഒരു ഫോക്ക് ടച്ചൊക്കെ കൊണ്ടുവന്നത് ചെയ്തിട്ടുണ്ട്. മഗധീര എന്ന് പറഞ്ഞൊരു സിനിമ, അത് നമ്മുടെ ഇപ്പം മോഡേൺ ആയിട്ടുള്ള ഒരു കഥയും പഴയ ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു കഥയും കൂടെ ക്ലബ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അതിനുശേഷം രാജമൗലി ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. രാജമൗലി ശ്രദ്ധിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ മഗധീരയിലൂടെയാണ്. മഗധീരയിൽ രാം ചരണിനെ വെച്ച് ചെയ്ത സിനിമ കേരളത്തെ ശ്രദ്ധിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് രാജമൗലിയുടെ ഈച്ച വന്നപ്പോൾ രാജമൗലിയുടെ കരിയർ ഗ്രോത്ത് വീണ്ടും വന്നു. ഇപ്പോൾ ഈ ഒരു സംവിധായകൻ മാത്രമാണ് കരിയർ ഗ്രോത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്ന ഒരു സംവിധായകൻ എന്ന് പറയുന്നത്. അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ പുള്ളിക്കാരൻ്റെ ടെക്നിക്കൽ എഫിഷ്യൻസിയും കരിയർ ഗ്രോത്തും നായകന്മാരുടെ ഒരു എന്താ പറയുക ഒരു മാർക്കറ്റ് വാല്യൂ എല്ലാം കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലക്ലി ബാഹുബലി ഹാപ്പൻഡ് എന്ന് പ്രഭാസ് പറയുന്നത് പോലെ ബാഹുബലി വന്ന ശേഷം രാജമൗലി എങ്ങോട്ടോ പോയി. രാജമൗലി വേറെ ലെവലായി ഒരു സെറ്റിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് രാജമൗലി. അതിനുശേഷം ഇപ്പം മഹേഷ് ബാബുവായിട്ടുള്ള ഒരു സിനിമ ശേഷം വന്നത് RRR വന്നപ്പോൾ രാജമൗലി കുറച്ചുകൂടെ ഒരു ന്യൂ നോർമൽ ലെവലിലേക്ക് പോയി, കുറച്ചുകൂടെ ഉയർന്നു രാജമൗലി. പാൻ ഇന്ത്യൻ ലെവലിൽ നിന്ന് പാൻ വേൾഡിലേക്ക് പോയി അല്ലേ? ഓസ്കാർ വേദിയിലെത്തി, ബാഫ്റ്റ വേദിയിലെത്തി, ഓസ്കാർ മേടിച്ചു രാജമൗലി സിനിമ. ലോകത്തുള്ള സിനിമാ പ്രേമികൾ രാജമൗലി സിനിമ കാണുന്ന രീതിയിലെത്തി. അപ്പോൾ അതിനുശേഷം രാജമൗലി എന്താണ് ചെയ്യുന്നത്? ഈ രാജമൗലിയുടെ ഒരു പ്രത്യേകത, ചില സിനിമ സംവിധായകരൊക്കെ ഉണ്ട്, ഇനി ഓസ്കാർ വരെ എത്തി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്ന സംവിധായകന്മാരും പാട്ടുകാരും, ഇപ്പോൾ AR റഹ്മാനൊക്കെ അറിയാലോ, എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പക്ഷേ രാജമൗലി അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ഇൻസ്പിറേഷനാണ് ഈ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ RRRന്റെ ഓസ്കാർ ട്രാവലിന് ശേഷം രാജമൗലി തിരിച്ചെത്തിയ ശേഷം ആഘോഷങ്ങളുണ്ടായിരുന്നു. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. പുള്ളി അതിലൊന്നും മതിമറന്നിട്ടില്ല. പുള്ളി പുതിയ സിനിമയിലെ എഴുത്ത്, പ്രീ പ്രൊഡക്ഷൻ ജോലി, ഇതെല്ലാത്തിലോട്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 1.5-2 വർഷത്തോളം പുള്ളി അതിൽ ഇങ്ങനെ യാതൊരുവിധ കാര്യങ്ങളും മതിമറക്കാതെ, ഓസ്കാർ കിട്ടി ഓക്കെ ഫൈൻ, മതിമറക്കാതെ പുള്ളി അതിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കയ്യിലുണ്ടായിരുന്ന ത്രെഡുണ്ട്, ഒരു ത്രെഡാണല്ലോ ഒരു സിനിമ. ആ ത്രെഡ് കൊറോണ ടൈമിൽ പുള്ളി ഡെവലപ്പ് ചെയ്തു. കൊറോണ ടൈമിൽ നമ്മൾ ഈ കൊറോണയൊക്കെ ആണെങ്കിൽ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന ആകാതെ പുള്ളി അത് കൊറോണ ടൈമിൽ വീട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു, സ്ക്രീൻ പ്ലേ ആക്കി. എന്നിട്ട് പുള്ളി US-ലുള്ള റൈറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, റൈറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുള്ളി എന്ത് ചെയ്തു? ആ സ്ക്രിപ്റ്റ് അവിടെ കൊടുത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെയുള്ള റൈറ്റർമാരുമൊക്കെ അതിൽ നിന്ന് കൂടി ആലോചിച്ച് അത് തിരുത്തി. ഒന്ന് ആലോചിച്ചു, ഈ സമയത്ത് നമ്മൾ തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും അതിനകത്ത് കൈ കടത്തുന്നത് ഇഷ്ടപ്പെടില്ല. അത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന, ഈഗോ ഇല്ലാത്ത മനുഷ്യനാണ്, പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് നമ്മൾ എഴുതുന്ന ഒരു സാധനം ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് കുറവായിരിക്കും, അത് സത്യമാണ്, അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ഇപ്പോൾ ജോണേട്ടൻ ഒരു സാധനം, ഒരു കവിതയോ വല്ലതും എഴുതുമ്പോൾ ജോണേട്ടൻ വിചാരിക്കും ഞാനാണ് വെള്ളത്തോളം. പക്ഷെ വേറെ ആരെങ്കിലും കാണുമ്പോൾ നമുക്ക് ആ വ്യൂ കൂടെ കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു 10 പേര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ റൈറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പുള്ളി ആധികാരികമായ രീതിയിൽ തിരുത്തി ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഇനി ഡയറക്ഷൻ ചെയ്യണം. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? പുള്ളി ഇപ്പോൾ മികച്ച ഡയറക്ടറാണ് ഇന്ത്യ കണ്ട. പുള്ളി ഡയറക്ഷൻ പഠിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിനെ പോലെ മികച്ച രീതിയിൽ സിനിമ ചെയ്യുന്ന ഒരു സംവിധായകൻ ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പുള്ളി ഈ സിനിമയ്ക്ക് ഇനി വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഡയറക്ഷൻ പഠിക്കാനായിട്ട് പോയി. എവിടെയാണ് പോയിരിക്കുന്നത്? പുള്ളി പോയത് US-ൽ ആണ് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റയർ ഡയറക്ഷൻ ടീമും പുള്ളിയുടെ കൂടെ ഉണ്ട്. എൻ്റയർ ഡയറക്ഷൻ ടീം പുള്ളിയുടെ കൂടെ ഡയറക്ഷൻ പഠിക്കാനുണ്ട്. ഇപ്പോൾ പുള്ളിക്ക് ജാപ്പനീസ് അനീം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്.
ജാപ്പനീസ് അനിയം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് അതിൽ പുള്ളിക്ക് അതിഭീകരമായിട്ടുള്ള താല്പര്യമുണ്ട് ജാപ്പനീസ് അനിയമിൽ. അപ്പോൾ ആ അനിയമിലുള്ള താല്പര്യം കൊണ്ട് പുള്ളി ജപ്പാനിലേക്കും അതിനെക്കുറിച്ച് പഠിക്കാനും പോയി. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത് കേട്ടോ. ജപ്പാനിൽ അതിനു വേണ്ടി പഠിക്കാൻ പോയി. അപ്പോൾ നിലവിൽ പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനി പുള്ളി പുതിയ സിനിമയുടെ ലൊക്കേഷൻ ഹണ്ടിനായിട്ട് നടക്കുകയാണ്. ലൊക്കേഷൻ ഹണ്ടിന് വേണ്ടിയിട്ട് പുള്ളി നടക്കുകയാണ്. ആ ലൊക്കേഷൻ ഹണ്ടിനായിട്ട് പുള്ളി നൈജീരിയയിലും കാര്യങ്ങളിലും ഒക്കെയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. 3 മാസമായിട്ട് പുള്ളിയുടെ സിനിമയിൽ അഭിനയിക്കാനുള്ള മഹേഷ് ബാബുവിന് അടക്കമുള്ളവർക്ക് ആക്ടിങ് ട്രെയിനിങ് കൊടുക്കുകയാണ് പുള്ളി. 3 മാസം ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആക്ടിങ് ട്രെയിനിങ് കൊടുക്കുകയാണ്. റൈറ്റിങ്ങിനും മറ്റ് പ്രീ പ്രൊഡക്ഷനുമായിട്ട് പുള്ളി എടുത്ത് 2 വർഷമാണ്. 2 വർഷം എടുത്തു. പോരാത്തതിന് 1.5 വർഷം പ്രൊഡക്ഷനും 1 വർഷം പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം വേണ്ടി മാറ്റിവെക്കും. മനസ്സിലായില്ലേ? പ്രൊമോഷൻസിന് വേണ്ടി. അതായത് ഈ സിനിമ നിർമ്മിക്കാൻ 1.5 വർഷം എടുക്കും. 1.5 വർഷം എടുക്കും. അത് കഴിഞ്ഞ് 1 വർഷം ഈ സിനിമ എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഗ്രാഫിക്സ് VFX അതൊക്കെ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കും. ഇത്രയും സംഭവങ്ങൾ അവിടെ മാറ്റിവെച്ച ശേഷം പുള്ളി പ്രൊമോഷൻസിന് മാറ്റിവെച്ച ശേഷമായിരിക്കും ഈ സിനിമ പുറത്തു വരുന്നത്. പോരാത്തതിന് AI സാങ്കേതിക വിദ്യയുടെ മാക്സിമം യൂസ് ചെയ്യാനാണ് ഈ സിനിമയിൽ രാജമൗലി തയ്യാറെടുത്തിരിക്കുന്നത്. പോരാത്തതിന് 2027 ആദ്യമായിരിക്കും ഈ സിനിമ പുറത്തിറങ്ങുന്നത്. നമ്മളിപ്പോൾ കണ്ടതിൽ വെച്ച് ഒരു സിനിമയ്ക്ക്, ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് അച്ചീവ് ചെയ്യാവുന്നതിൽ വെച്ച് സ്വപ്ന തുല്യമായിട്ടുള്ള പല മാക്സിമം ലിമിറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്ന രാജമൗലിയുടെ RRR എന്ന് പറഞ്ഞ മൂവിയാണ്. ആ RRR എന്ന് പറഞ്ഞ മൂവി അത് അച്ചീവ് ചെയ്ത് നിൽക്കുമ്പോൾ അതിനും അപ്പുറത്തേക്ക് പുള്ളിക്ക് അച്ചീവ് ചെയ്യണമെന്നുള്ള ജെയിംസ് കാമറൂൺ പ്രസൻസ് എന്നാണ് പറഞ്ഞാണ് ഈ സിനിമ വരുന്നത്. ജെയിംസ് കാമറൂൺ പ്രസൻസ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അത് അനൗദ്യോഗികമായിട്ട് വന്നതാണ്, ഔദ്യോഗികമായിട്ടില്ല ഇതുവരെ. എങ്കിലും നമുക്ക് നോക്കാം. അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. ജെയിംസ് കാമറൂൺ ഈ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു ടോക്ക് നടക്കുന്നുണ്ട്. പോരാത്തതിന് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് RRR എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷനാണ്. അതായത് 1200-1300 കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ബഡ്ജറ്റ് തയ്യാറാക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും രാജമൗലി ഏത് റേഞ്ചിലാണ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്ന്. പുള്ളി ഒന്നിനും എക്സൈറ്റഡ് അല്ല. പുള്ളി വീണ്ടും കയറിപ്പൊക്കൊണ്ടിരിക്കുകയാണ്.